7.5 സെൻറ്റ് ലാൻഡിൽ പണികഴിപ്പിച്ച അതിഗംഭീര വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു പോഷ് വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. 3250 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 8 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ലൊക്കേഷൻ മാത്രമാണ് വീടിന് വരുന്നത്. നല്ല ലക്ഷറി ലുക്കൊക്കെ ടച്ച് ചെയ്ത് കിട്ടുന്ന ഒരു വലിയ ഗംഭീര വീടാണ് ഈ കാണുന്നത്. വട്ടിയൂർക്കാവിന് സമീപമായിട്ടാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയുടെ സമീപത്തായിട്ട് തന്നെ ഒരു ലക്ഷറി വില്ല സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബെറ്റർ ഓപ്ഷനായിട്ട് തന്നെയാണ് ഈ വീട് വന്നിരിക്കുന്നത്. 7.5 സെൻറ്റ് ലാൻഡിൽ 3250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ചിരിക്കുന്ന ഫ്ലോർ പ്ലാൻ ഡിസൈനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഒരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കോർപ്പറേഷൻ ഏരിയയിൽ തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. വീട് മുഴുവൻ റെഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ നൽകിക്കൊണ്ട് ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സും സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിന് നൽകിയിട്ടുള്ള കോമ്പൗണ്ട് വാൾ മുഴുവനും നല്ല മനോഹരമായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡെക്കറേഷനായിട്ട് തന്നെ ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോൾഡിംഗ് ഗേറ്റും അതുകൂടാതെ തന്നെ ഒരു സ്ലൈഡിംഗ് ഗേറ്റും നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമേറിയൊരു ഫ്രണ്ടേജ് തന്നെയാണ് വീടിന് വന്നിരിക്കുന്നത്. ഫ്രണ്ട് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണും ഒറിജിനൽ ഗ്രാസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. കവേർഡ് കാർ പാർക്കിനകത്ത് 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർ പാർക്കിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടേജ് തന്നെ നല്ല അട്രാക്റ്റീവ് ആക്കുവാനായിട്ട് 2 സൈഡിലുമായിട്ട് ഗാർഡനിങ് പ്രൊവിഷനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. എൽ ഷേപ്പ് മോഡൽ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിട്ടുള്ളത്. 12x12 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. സിറ്റ് ഔട്ടിലൊക്കെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ആണ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. തേക്കുഡിൻ്റെ ഒരു ഷെൽഫ് മോഡൽ ഡിസൈനൊക്കെ സിറ്റ് ഔട്ടിൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ. ഫ്രണ്ട് ഡോർ മുഴുവനും തേക്കിലാണ് പണിതിരിക്കുന്നത്. നല്ല വൈഡ് റേഞ്ചിൽ തന്നെയാണ് ഫ്രണ്ട് ഡോർ പണിതിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു ലീവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. 25x15 വരുന്നൊരു വൈഡ് ഏരിയയിലുള്ള ഒരു ലീവിംഗ് ഏരിയയാണ് നൽകിയിട്ടുള്ളത്. ലീവിംഗ് ഏരിയക്കകത്തും ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീമിയം ലുക്കിൽ വരുന്നൊരു ഫോൾ സീലിംഗ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. വുഡൻ പാനൽ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ലീവിംഗ് ഏരിയക്കായിട്ട് തന്നെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും വുഡൻ പാനൽ വാൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 70 ഇഞ്ചിൻ്റെ TV ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. 15x14 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും അതുകൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലും വുഡൻ പാനലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ ഒരു അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയക്കായിട്ട് തന്നെ വാഷ് കൗണ്ടർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടച്ച് സെൻസർ ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വാഷ് കൗണ്ടർ നൽകിയിട്ടുള്ളത്. ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ ഡെക്കറേഷനായിട്ട് വെച്ചിട്ടുമുണ്ട്. പ്രീമിയം ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. 12x15 ഡയമെൻഷൻ വരുന്നൊരു കിച്ചണാണ് നൽകിയിട്ടുള്ളത്. ഒരു പ്രീമിയം ലക്ഷറി ലുക്കിലൊക്കെ തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നൽകിയിട്ടുള്ള ടൈൽസ് ഒക്കെ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലായിട്ട് തന്നെ ചിമ്മിനിയും ഹോബെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് തരം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെ കിച്ചൺ ചെയ്തിട്ടുണ്ട്. പ്രീമിയം ലുക്കിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സിങ്കും ഒരു പ്രീമിയം മോഡേൺ ടെക്നിക്ക് വരുന്നൊരു സിങ്കാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കിച്ചണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ലാബിൻ്റെ അടിയിൽ മുഴുവനും ഒരു സെപ്പറേറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അത് തികച്ചും അട്രാക്റ്റീവ് തന്നെയാണ്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ വന്നിട്ടുള്ളത്. 6x10 വർക്ക് ഏരിയ ഡയമെൻഷൻ. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയിലും ഒരു സിങ്ക് അവൈലബിൾ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 18x20 ഡയമെൻഷൻ വരുന്ന ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. വാൾ റൂപ്സ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് അതുകൂടാതെ തന്നെ ഫാൻസി ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. റൂമിനകത്തൊരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബാത്റൂം ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ വെസ്റ്റേൺ രീതിയിലൊരു പാർട്ടീഷൻ ഗ്ലാസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x20 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ റൂമിനകത്തും വാൾ റൂപ്സ് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ ഈ റൂമിലും അവൈലബിൾ ആണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം.
സെൻസർ ലൈറ്റ് മിറേഴ്സ് ഒക്കെ തന്നെയാണ് ബാത്റൂമിൽ നൽകിയിട്ടുള്ളതും. കൂടാതെ തന്നെ പ്രീമിയം ക്വാളിറ്റീസ് വരുന്ന ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വെസ്റ്റേൺ രീതിയിലുള്ള മോഡൽ തന്നെയാണ് ബാത്റൂമിനകത്ത് വന്നിരിക്കുന്നത്. ഒരു ഗ്ലാസ് പാർട്ടീഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. വുഡൻ ഹാൻഡിൽസ് കൂടാതെ തന്നെ ഗ്ലാസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഹാൻഡിൽസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. തേക്കുഡ് പാനലൊക്കെ തന്നെയാണ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല മനോഹരമായ ഒരു ഹാങ്ങിങ് ഫാൻസി ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് നല്ല മനോഹരമായ ഒരു ഹാൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. 15x10 ഹാളിൻ്റെ ഡയമെൻഷൻ. ഗ്ലാഡിംഗ് ടൈൽസും ടെറാക്കോട്ട മെറ്റീരിയൽ അതുപോലെ തന്നെ ടോപ്പിലായിട്ട് വുഡൻ പാനലൊക്കെ നൽകിക്കൊണ്ടാണ് ഹാളിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഒരു മിനി തിയേറ്റർ, ഒരു ബാൽക്കണി, ഒരു ഓപ്പൺ ഏരിയയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 14x17 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ റൂമാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാനലിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫാൻസി ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുമുണ്ട്. വാൾ റൂപ്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂമും. ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂംസിലൊക്കെ കണ്ടതുപോലെ തന്നെ വെസ്റ്റേൺ മോഡൽ വരുന്ന ഒരു പാർട്ടീഷൻ ഗ്ലാസ് ഒക്കെ ബാത്ത് ഏരിയയ്ക്കായിട്ട് നൽകിയിട്ടുണ്ട്. ബാത്ത് ഏരിയയ്ക്ക് അകത്ത് വരുന്ന ചുമരിലൊക്കെ ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അതിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സംഭവം നമുക്ക് ബാത്ത് ഏരിയ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ റൂമിനോട് ചേർന്ന ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 14x25 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂമാണ് ഇത്. വാൾ റൂപ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ്സ് ഒക്കെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് പാനലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിന്റെ സൈഡിലായിട്ട് തന്നെ ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ടച്ച് സെൻസർ വരുന്ന ഒരു മിററൊക്കെയാണ് ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്ത് ഏരിയക്കായിട്ടുള്ള ഒരു പാർട്ടീഷൻ ഗ്ലാസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിലും ഗ്ലാഡിംഗ് ടൈൽസും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മനോഹരമാക്കിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് 12x10 ഡയമെൻഷൻ വരുന്ന മനോഹരമായ ഒരു ബാൽക്കണി അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് വീടിന്റെ മിനി തിയേറ്റർ. 11x16 മിനി തിയേറ്ററിന്റെ ഡയമെൻഷൻ. സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന സീലിംഗ് മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് സീലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുമുണ്ട്. മാറ്റ് ഫിനിഷിംഗ് ഒക്കെ വരുന്ന ടൈൽസ് തന്നെയാണ് മിനി തിയേറ്ററിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മിനി തിയേറ്ററിൽ നിന്നാണ് മെയിൻ ബാൽക്കണിയിലോട്ട് പോകാനുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത്. നല്ല വൈഡ് ഏരിയയിൽ തന്നെയാണ് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയുടെ 3 കോർണേഴ്സിലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ടെറാക്കോട്ട മെറ്റീരിയൽസും ഗ്ലാഡിംഗ് ടൈൽസും അതുപോലെ തന്നെ ഫർഗോള മോഡലൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ബാൽക്കണി എല്ലാം നല്ല മനോഹരമാക്കിയിട്ടുള്ളത്. ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്ഡോർ പ്ലാന്റ്സിന് കറക്റ്റ് സൺലൈറ്റ് കിട്ടുവാനായിട്ട് അതിന്റെ മുകളിലായിട്ട് തന്നെയാണ് ഫർഗോള മോഡലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയുടെ എൻഡിലായിട്ട് തന്നെ സ്റ്റീൽ ഫ്രെയിമിൽ ഫൈബർ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടാതെ തന്നെ നല്ല മനോഹരമായ ഒരു ഓപ്പൺ ഏരിയ വീടിന് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടും അതുകൂടാതെ തന്നെ ടെറസിലോട്ട് പോകേണ്ട ഓപ്പണിംഗ് എല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും ഈ ഒരു ഓപ്പൺ ഏരിയയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ ലക്ഷറി കണ്ടംപററി ഡിസൈൻ വരുന്ന പോഷ് വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 2.30 CR ആണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ആവശ്യമാണെങ്കിൽ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.